തൃശ്ശൂർ പൂരം വടക്കുന്നാഥൻ്റെ ഉത്സവം അല്ല എന്ന് എത്ര പേർക്കറിയാം? ഞാൻ മായ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പണ്ടൊരിക്കൽ പരശുരാമൻ ഭൂമിയെ പല തവണയായി അധർമ്മത്തിൽ നിന്നും രക്ഷിച്ചു. അവൻ നേടിയ ഭൂമിയെല്ലാം കശ്യപമുനിക്ക് ദാനം ചെയ്തു. ഒടുവിൽ അവന് നൽകാൻ ഒരു ഭൂമിയും ശേഷിച്ചില്ല. അപ്പോൾ അവൻ തൻ്റെ പരശു കടലിലേക്ക് എറിഞ്ഞു. കടൽ പിന്മാറി. അങ്ങനെ ഒരു പുതിയ ഭൂമി ഉയർന്നു വന്നു. അതാണ് കേരളം. പക്ഷേ പരശുരാമന് ഭൂമിയെ മാത്രം പോരായിരുന്നു. അവിടെ മഹാദേവൻ്റെ സാന്നിധ്യം വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനായി അവൻ കൈലാസത്തിലേക്ക് പോയി. അവൻ ശിവൻ്റെ മുന്നിൽ നിന്നു ഈ ഭൂമിയെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. ശിവൻ പുഞ്ചിരിച്ചു. അവൻ്റെ അഭ്യർത്ഥന സമ്മതിച്ചു. പാർവതിയെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയും എന്നിവരോടൊപ്പം മഹാദേവൻ ഭൂമിയിലേക്ക് ഇറങ്ങി പരശുരാമനോടൊപ്പം നടന്നു. ഒരു സ്ഥലത്ത് ശിവൻ നിന്നു. പിന്നീട് അപ്രത്യക്ഷമായി. ശിവൻ നിന്നിടത്ത് ഒരു ദിവ്യലിംഗം സ്വയം പ്രത്യക്ഷപ്പെട്ടു. ഒരു വടവൃക്ഷത്തിൻ്റെ അടിയിൽ പ്രകാശിച്ചു നിന്ന ആ ലിംഗം ശ്രീമൂലസ്ഥാനം ആയി മാറി. അവിടെ നിന്നാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഉദയം. ശേഷം ആ ലിംഗം ക്ഷേത്രത്തിനുള്ളിലേക്ക് സ്ഥാപിച്ചു. ഇന്ന് 16 അടി ഉയരമുള്ള ലിംഗമായി ശിവൻ ഇവിടെ വാഴുന്നു. വർഷങ്ങളായി നടത്തുന്ന അഭിഷേകത്തിൽ നിന്നുള്ള നെയ്യ് ലിംഗത്തെ മുഴുവനായി മൂടിയിരിക്കുന്നു. ഇത് ഒരു ക്ഷേത്രമല്ല, പരശുരാമൻ കൊണ്ടുവന്ന ശിവൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ശിവൻ, പാർവതി, ശ്രീരാമൻ, ശങ്കരനാരായണൻ, മഹാഗണപതി എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മതിൽക്കെട്ടുകളുള്ള നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 4 ദിക്കുകളിലുമായി 4 മഹാഗോപുരങ്ങളും ഉണ്ട്. വടക്കുന്നാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്നത്. അതിനാൽ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെയല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നരസിംഹം, ഹനുമാൻ, വേട്ടക്കരൻ, നന്ദികേശ്വരൻ, പരശുരാമൻ, സിംഹോദരൻ, ആദിശങ്കരാചാര്യർ, ഋഷഭൻ, നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു. കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് പ്രത്യേകം ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രതിഷ്ഠകളായുണ്ട്. ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയുമാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ. ഉത്സവമില്ലാത്ത ദേവനാണ് നമ്മുടെ വടക്കുന്നാഥൻ. വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ദേവന്മാർക്ക് ഉത്സവാഘോഷമോ പൂരമോ ഇല്ല. പണ്ട് കാലത്ത് ഉത്സവമുണ്ടായിരുന്നെന്നും അത് പിന്നീട് മുടങ്ങിയെന്നും പറയുന്നു. ഒരിക്കൽ ഇന്ദ്രാദിദേവന്മാർ എല്ലാവരും കൂടി അതിഗംഭീരമായി ഒരു ഉത്സവം നടത്തി. അത് ഗംഭീരമായപ്പോൾ ഇനി ഇതൊന്നും വേണ്ട എന്ന് ശിവൻ പറഞ്ഞു എന്നും ഐതിഹ്യമുണ്ട്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് 200 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.